ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ചു കേന്ദ്രം. ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസായിരുന്നു പ്രചരിപ്പിച്ചത്. S നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, കഴിഞ്ഞ ദിവസത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വ്യാപകമായി മുഖ്യധാര മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതിൽ കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്രം. ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ല എന്നും അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വിശദമാക്കുകയാണ്, അല്ലേ? ദേവിക, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ നടത്തുന്ന പ്രചരണങ്ങൾ അത് തെറ്റാണ്, അത് വ്യാജ പ്രചരണമാണ് എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ കാന്തപുരത്തിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴും സമാനമായ രീതിയിൽ കാന്തപുരത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു പ്രചരണം അരങ്ങേറിയത്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത്. എന്നാൽ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താ സമ്മേളനം വിളിച്ച് ഈ വിഷയം സൂചിപ്പിക്കുകയായിരുന്നു. അതായത് ഒരു സർക്കാർ എന്ന നിലയിൽ ഒരു വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മാത്രമല്ല, ഈ മരിച്ച ആളുടെ കുടുംബവും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ മാത്രമേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അതിനുവേണ്ടി സൗഹൃദ രാഷ്ട്രങ്ങൾ വഴിയും വിദേശകാര്യ മന്ത്രാലയം പരമാവധി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ള ലീഗൽ എയ്ഡ് നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് ഒരു വിദേശകാര്യ മന്ത്രാലയം ഏത് അറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റത്തിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതിയിലും ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, അന്നും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. ആ പ്രചരണങ്ങളെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും കാന്തപുരത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രചരണം ഉണ്ടായിരിക്കുന്നു. അത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളതാണ്. എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ എന്ന് മാത്രമല്ല, അത്തരം പ്രചരണങ്ങൾ അത് വ്യാജമാണ് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഔദ്യോഗികമായി അല്ല വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതെങ്കിലും വാർത്താ ഏജൻസി വഴിയും അതേപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളോടും കൃത്യമായി തന്നെ ഇത് വ്യാജ പ്രചരണമാണ് എന്നുള്ളത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ മരിച്ച തലാലിൻ്റെ കുടുംബവും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ബ്ലഡ് മണി അടക്കമുള്ള വിഷയങ്ങളിൽ ഇനിയും ഒത്തുതീർപ്പാകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ കാര്യത്തിൽ ഒരു പൂർണ്ണമായൊരു തീർപ്പുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതിന് മുമ്പെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഔദ്യോഗികമായൊരു തീരുമാനം ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം നൽകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അവർ ഔദ്യോഗികമായി ഈ കാര്യം സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി.